സനബേബിക്ക് നമ്മൾ പൗഡറൊന്നും ഇടാറില്ല കേട്ടോ. എണ്ണ ഇട്ട് കുളിപ്പിച്ചൊക്കെ എടുക്കാണ് ചെയ്യണത്. ചക്കരമുത്തേ ഗൗരവത്തിൽ എന്തോ വഴക്ക് പറഞ്ഞാരെങ്കിലും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. വണ്ടിയിൽ കയറി ഉറങ്ങാം. ഇതാരത്? ഇത് എവിടെ പോണ്? ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾക്കാണെങ്കിൽ പിന്നെ ക്ഷമയില്ല കേട്ടാ. പിന്നെ പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ ബഹളം കുട്ടിക്കൊണ്ട് നിൽക്കും കേട്ടോ. അവൾക്കറിയാം നമ്മൾ ഒരിക്കലൊക്കെ ഇറക്കുമ്പോഴേക്ക് ഇത് വെളിയിൽ എവിടെ പോകാനുള്ള കാര്യമാണെന്നുള്ളത്. അപ്പം നിസാർക്കായി നോക്കുമ്പോൾ നിസാർക്ക് എന്താ ഷൂസും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവള് കിടന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഇരുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പം നമ്മള് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മളെല്ലാവരും പോകുന്നില്ല. അപ്പം സൽമാനും സുൽത്താനും വേറെന്തോ ആവശ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പോകുന്ന വഴിയിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫാബി മോള് നമുക്കൊപ്പം ഉണ്ട്. അപ്പൊ ഇവര് ജസ്റ്റ് നമ്മളെ വിട്ടിട്ട് പോവല്ല. അങ്ങനെ നമ്മളിപ്പം ഫംഗ്ഷൻ ഹാളിൽ എത്തി നമ്മള് അകത്തേക്ക് വന്നപ്പോഴേക്ക് തന്നെ ഇവര് ആഹാരം കഴിക്കാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് പയ്യനും പെണ്ണും ഒക്കെ വന്നു. നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോഴേക്ക് കുറേ പരിചയക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊരു ഫംഗ്ഷന് വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കല്യാണങ്ങൾക്ക് വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഇപ്പോൾ അകന്ന ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരുപാട് നമുക്ക് പരിചയം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവരുമായിട്ടൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കല്യാണമായിരുന്നു കേട്ടോ. ഭക്ഷണവും നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഈ ഒരു ചടങ്ങുകളും കാര്യങ്ങളും അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു കല്യാണം തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അധിക സമയം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് സുൽത്താൻ പോവുകയാണേ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് കാരണം നമ്മൾ പിന്നെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നിങ്ങൾക്കറിയാലോ എനിക്ക് ബ്രാസിന്റെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ കുറച്ച് നല്ല പ്രോഡക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ സുൽത്താന് ഇന്ന് പോകുന്നതിന് മുൻപ് തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചേട്ടോ. അങ്ങനെ ഇപ്പം ഇത് ഓപ്പൺ ചെയ്യാണ്. ഇത് റോഷ് കുക്ക്വെയർ ചെന്നൈ ബേസ്ഡ് ആണ് കേട്ടോ. അപ്പം ഇവർക്ക് സാക് കിച്ചൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവരുടേതാണ് ഈ റോഷ് കുക്ക്വെയർ ഷോപ്പ്. അപ്പം ഞാൻ അവരെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ ചെന്നൈയിൽ പോയിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഇത് വരുത്തിച്ചത്. പിന്നെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു സേഫായിട്ടൊക്കെ എത്തുമെന്നുള്ളത്. പക്ഷേ ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് നല്ല അടിപൊളി പാക്കിങ്ങോടുകൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതേ കണ്ടോ, എന്ത് നല്ല പാക്കിംഗ് ആണെന്ന് നോക്കിക്കേ. ശരിക്കും ബബിൾ റാപ്പ് കൊണ്ടൊക്കെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു കാർട്ടൺ കൂടി ഞാൻ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയാം കേട്ടോ. പിന്നെ ഇവരുടേത് സർട്ടിഫൈഡ് ബ്രോൺസ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടാറുള്ളൂ. അപ്പൊ അതിലൊന്ന് ഈ റോഷ് കുക്ക്വെയർ ആണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബ്രോൺസ് ആണ് ഇവരുടേത്. പിന്നെ നമ്മൾ ഈ ബ്രോൺസ് ഒക്കെ വാങ്ങിക്കുമ്പം അല്പം വില കൂടുതലാണെങ്കിലും ഇങ്ങനെയുള്ള കുക്ക്വെയർ യൂസ് ആൻഡ് ത്രോ അല്ല കേട്ടാ. നിങ്ങൾക്കറിയാലോ, തലമുറകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശരിക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കുടുംബത്തിലുള്ളവർക്കൊക്കെ നല്ല ഹെൽത്തി ഫുഡൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശരിക്കും ട്രഡീഷണൽ രീതിയിലുള്ള കുക്ക്വെയറിലൊക്കെ ഫുഡ് തയ്യാറാക്കുന്നതാണ് നല്ലത് അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഇപ്പൊ നമുക്കിനിയിപ്പോ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒട്ടും ഡാമേജ് വരാത്ത രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആണ്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ വരെ സുൽത്താൻ കുറച്ച് ടൈം എടുത്ത് കേട്ടോ. അത്രത്തോളം കവറിങ് അവർ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഹാമേഡ് ടിൻ കോട്ടഡ് ബ്രാസ് കടായി ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇതുപോലെയുള്ള ബ്രാസിന്റെ ഐറ്റംസ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അടുത്തത് എന്ത് പ്രോഡക്റ്റ് ആണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മളുടെ ബ്രാസ് കോഫി ദവാറയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഫിൽട്ടർ കോഫിയൊക്കെ കുടിക്കുന്ന ആ ഒരു ഫീലാണ് അല്ലേ. നമ്മൾ ഈ പോറ്റി ഹോട്ടലിലൊക്കെ പോകുമ്പം അവർ ഈ ഫിൽട്ടർ കോഫിയൊക്കെ തരുമ്പം കണ്ടിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീലാണ് വരുന്നത്. അപ്പം അടുത്തത് നമുക്ക് ഇതും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് അറിയാവോ? ഇത് ഫിൽട്ടർ കോഫി മേക്കറാണ്. ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഫിൽറ്റർ കോഫിയൊക്കെ അതിന് നമ്മൾ സാധാരണ കോഫി കുടിക്കുന്നതിൽ നിന്നും ടേസ്റ്റും മണവും ഒക്കെ കൂടുതലാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഫിൽറ്റർ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെ ഉള്ളത്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അടുത്തത് നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇവരുടെ പാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് നമുക്ക് ഈ പാക്കിങ് ഒന്ന് ഇളക്കി എടുക്കാനായിട്ട്. അത്ര സേഫായിട്ടാണ് ഇരിക്കുന്നത്. റോഷ് കുക്ക് വെയറിന് ഇത് മാത്രമല്ല ഒട്ടനവധി പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. അപ്പം താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാമല്ലോ. ഈ അപ്പച്ചട്ടിയുടെ പ്രത്യേകത എന്താ, ഇതെന്താ ഭയങ്കര നല്ല ക്യൂട്ട് നല്ല ഹെവി ആയിട്ടുള്ള അപ്പച്ചട്ടിയാണ്. ഇതാ കണ്ട, ഇതിന്റെ പ്രത്യേകത വുഡൻ ഹാൻഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഞാനിവിടെ അപ്പമൊക്കെ ഉണ്ടാക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉണ്ടാക്കുമ്പോഴേക്ക് 2 തടത്തുണി വെച്ചിട്ടൊക്കെയാണ് ചെയ്യണത്. ഇതാകുമ്പോ അങ്ങനത്തെ യാതൊരു കാര്യമില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. അതൊക്കെ നല്ല ഫിനിഷിങ്. അത് കൊടുക്കാൻ എന്തായാലും ഞാൻ ഇതൊക്കെ ഇത് ഉപയോഗിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഉടൻ തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഒരു ഐറ്റം കൂടി ഓപ്പൺ ആക്കാനുണ്ട്. അത് ഫിൽറ്റർ കോഫി. കോഫിയും കുടിക്കാറുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അടിച്ചു മാറ്റലാണ്. ഇത് എന്തൊരു ക്യൂട്ടാണെന്ന് നോക്കിക്കേ, കണ്ടോ, അടിപൊളി അല്ലേ. അടുത്തത് ഓപ്പൺ ചെയ്യാണ്. ഭംഗി നോക്കി. ശരിക്കും ഈ അൺബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോഴേ അതിങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്നറിയോ. എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണെന്ന് നോക്കിക്കേ. പണിയാരം ഉണ്ടാക്കാം. എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഉടൻ ഇത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. എന്തൊരു ക്യൂട്ടാണെന്ന് നോക്കിക്കേ. നല്ല ഹെവിയാണ് കേട്ടോ. ഇതേ കണ്ടോ, റോഷ് കുക്ക് വെയറിന്റെ അടിപൊളി. ഇതിൽ കണ്ണു വയ്ക്കല്ലേ. ഓ നല്ല വെയിറ്റ് ഉണ്ടല്ലേ, നല്ല ഹെവി. അടുത്ത നമുക്ക് നോക്കാമേ. നീർദോശയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ളത് കണ്ടോ. ഇത് നോക്കിക്കേ സുൽ. ഇതിന്റെ പാക്കിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ തന്നെ കുറച്ച് നേരം എടുത്തു. കാരണം ഒന്നും ഒരു കേടും വരാത്ത രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്താണ് ഇതാ വന്നിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത് കേട്ടോ. ഇതാ കണ്ടോ, ഇതൊരു പോളിഷാണെന്ന് നോക്കിയാൽ. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഈ ബ്രാസിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴേക്കേ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അത് കാലാകാലം നിൽക്കുന്നതല്ലേ, പെട്ടെന്ന് നോൺ സ്റ്റിക്ക് പോലെയല്ല. ബ്രാസിന് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. ഹെൽത്ത് വൈസ് നോക്കണമെങ്കിലും വളരെ നല്ലതാണ്. എനിക്ക് പോട്ടിന്റെ കളക്ഷനായി, പിന്നെ ബ്രാസിന്റെ കളക്ഷൻ വരെ ആൾക്കാർക്ക് മനസ്സിലായി നീ ബ്രാസിലും ഹരം ഉണ്ടെന്ന്. ആണാണ്. ഞാൻ പുട്ടവിക്കുമ്പോ പലരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പൊ റോഷ് കുക്ക് വെയറിന് തന്നെ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്തായാലും ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കടായി, കോഫി ഫിൽറ്റർ, ദവാര ഇതൊക്കെ ബ്രാസ് ആണ്. അതുപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടി, അപ്പച്ചട്ടി, മൾട്ടി ഫ്രൈ പാൻ ഇതൊക്കെ പ്യുവർ ബ്രോൺസ് ആണ്. അതായത് മറ്റ് ലോഹങ്ങളൊന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. ആ ഒരു ക്വാളിറ്റി റോഷ് കുക്ക് വെയറിനുണ്ട്. പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ് കേട്ടോ. അപ്പം ഞാനിതിപ്പം ഇൻസ്റ്റൻറ്റ് അപ്പമാണ് റെഡിയാക്കണത്. അത് എളുപ്പമല്ലേ. അരിമാവും തേങ്ങയും ചോറും ഇച്ചിരി ഈസ്റ്റും ഇച്ചിരി പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് അപ്പച്ചട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പം ഞാൻ നമ്മളുടെ ഈ അപ്പച്ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള അപ്പച്ചട്ടി കേട്ടോ. എനിക്ക് പറഞ്ഞിട്ട് മതി വരുന്നില്ല. അപ്പം ഇത് കഴുകിയെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് കൊണ്ടുവന്ന അപ്പച്ചട്ടിയാണ്. അപ്പം നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പം മറ്റേ അപ്പച്ചട്ടി പോലെ തന്നെ നമ്മൾ ഇതൊന്ന് പഴക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഞാൻ തോലോടുകൂടി തന്നെ ഒരു സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഈ സവാള നമ്മൾ യൂസ് ചെയ്യത്തൊന്നുമില്ല. അപ്പം എല്ലായിടത്തും ഈ അപ്പച്ചട്ടിയുടെ ചുറ്റിനും ഈ സവാള വരത്തക്ക രീതിയിൽ നമ്മൾ വഴറ്റി കൊടുക്കണം. എണ്ണ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നല്ലെണ്ണയാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ഇതിനിയിപ്പം നല്ല മൂക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഈ സവാള എത്തത്തക്ക രീതിയിലൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് സവാള ഞാനിപ്പം ഇതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് നമുക്കിനിയിപ്പം ഈ അപ്പച്ചട്ടി ഒന്ന് കഴുകിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം തുടച്ചെടുത്ത ശേഷം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നമ്മുടെ ഈ ബ്രാസിന്റെ ചട്ടി കടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തേ എടുക്കാവേ. പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച ശേഷം ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. എങ്കിലും മാത്രമേ നല്ല, അതായത് നോൺ സ്റ്റിക്ക് പോലെ അപ്പമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ വെജിറ്റേറിയൻകാരാണെങ്കിലും നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണതാണ്. എന്നിട്ട് മുട്ട എല്ലായിടത്തും ഇതുപോലെ വരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ അതും കണ്ട ചുറ്റിനും ഞാൻ ഇതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. ഈ മുട്ടയും ഞാൻ യൂസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, ഇത് പഴക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഈ മുട്ട ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകിയൊന്നുമില്ല, ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ. കാരണം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അപ്പത്തിന്റെ മാവ് അരച്ച് വെച്ചത് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ ഒരു അപ്പച്ചട്ടിയിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ചട്ടിയിലേക്ക് നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എണ്ണയൊന്ന് തടവണം. ഞാനിപ്പം കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് എല്ലായിടവും തേച്ച് കൊടുക്കാണ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ച് അപ്പം ചുട്ടെടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം അഡ്ജസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ 1-2 അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ചൂട് ഇതിലേക്ക് വേണം എന്നുള്ളത്. ഇതിപ്പം ബ്രാസ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും. അതുകൊണ്ട് ഈ ചട്ടി ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം. അപ്പോഴേക്കും അത് കറക്റ്റ് ആ ഒരു നമുക്ക് മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലാവും. പിന്നെ നമുക്ക് എളുപ്പമാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കാൻ. ഇപ്പൊ ഞാൻ മാവ് കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉടൻ തന്നെ ഇത് അപ്പം റെഡിയാവും കേട്ടോ. അപ്പൊ ഞാൻ മൂടി മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതാ കണ്ട നമ്മുടെ സൂപ്പർ അപ്പം. അപ്പൊ ഞാൻ തൊട്ടതേ ഉള്ളൂ അപ്പം നോൺ സ്റ്റിക്ക് പോലെ ഇളകി വന്നിട്ടുണ്ട്. കണ്ടോ എന്തെളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. അടുക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഇങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെ ഈസി ആയിട്ട് ഇളകി വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മനസ്സന്തോഷമാണ്. അപ്പൊ അടുത്ത് നമ്മൾ വീണ്ടും ഞാൻ ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടാണ് മാവ് കോരി ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും ഇതുപോലെ ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് വേഗം അപ്പം ഇതിൽ ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ അപ്പച്ചട്ടി ചൂടായി പോയെന്നിരിക്കട്ടെ, അതൊന്ന് ആ ഒരു കറക്റ്റ് ബാലൻസ് ചെയ്യിക്കണം. ആ ചൂട് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കൈകൊണ്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ എൻ്റെ ബ്രാസ് കടായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അപ്പത്തിന് കറി ഉണ്ടാക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി കറി തന്നെ ഉണ്ടാക്കാന്ന്. അപ്പൊ ബ്രാസ് കടായി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഇതിലേക്ക് ഞാൻ 2 സവാള ചെറിയ സവാള കേട്ടോ അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വഴറ്റി കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് നിൽക്കുന്ന ഒരു കടായിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ്, വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മാത്രം മതി കേട്ടോ. ഫുൾ തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല. അതും കൂടി ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം 2 മിനിറ്റിന് ശേഷം ആ മൂടി ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ കേട്ടോ. ശരിക്കും ഭയങ്കര നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഞാനിവിടെ അരച്ചത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് വേറൊന്നുമല്ല, തേങ്ങ, പെരുംജീരകം, ചെറിയ കൊച്ചുള്ളിയില്ലേ, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ്. ആ അരപ്പാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഇതുപോലത്തെ കറി ഉണ്ടാക്കാറുണ്ടെന്നും കൂടി പറയണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എത്ര മുട്ടയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഈ അരപ്പ് ഒരുപാട് ഇങ്ങനെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഇരിക്കും.
അപ്പൊ അതുകൊണ്ട് അത് ചെയ്യണ്ട. അപ്പൊ അത് കറി റെഡിയാകുന്ന നേരം ഞാൻ വീണ്ടും ഇതാ നമ്മളുടെ അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ അപ്പവും ഒരു സൈഡിൽ ഇതാ കറിയാണ് വെച്ചത്. എന്തായാലും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള അപ്പം ഏകദേശം ഞാനിപ്പോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഇതില് അപ്പം ചുട്ട് മതിയാവൂല എന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ജോലി ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ സംഭവം വരുമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ദാ നമ്മളുടെ കറി ദാ ഈ ഒരു പരുവമാവണം. ഞാൻ പറഞ്ഞില്ലേ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുട്ടക്കറിയും റെഡിയായി, നമ്മളുടെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എത്ര അപ്പം ചുട്ടതാണെന്നറിയാവോ, നമ്മുടെ ചട്ടിയാണെങ്കിൽ നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് ഇരിക്കണത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ സുൽത്താൻ ദാ അവന്റെ സാധനങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അവന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് പെട്ടി ചെറുതായി പോയോ എന്ന ഒരു ആശങ്കയില്ലാതില്ല കേട്ടോ. കാരണം പല പ്രൊഡക്ട്സും അവൻ കൊണ്ടുപോകാനായിട്ട് നിന്നപ്പോഴേക്ക് ഇതാ പെട്ടിയിൽ സ്പേസ് ഇല്ല. അപ്പൊ അവന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണെങ്കിൽ ഒന്ന് ചെറിയ ടൂറൊക്കെ പോകുമ്പോഴേക്കും അവൻ കൊണ്ടുപോകുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന അലോവേറ ചെടിയാണ് കേട്ടോ. അപ്പൊ അത് അവൻ ഓർത്ത് ആ സമയത്ത് ഇതാ പാക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അവന് ഈ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുൻപാണെങ്കിൽ നമ്മുടെ ഈ അലോവേറ നല്ല രീതിക്കൊക്കെ വന്നിരുന്നതാണ്. ഇപ്പൊ അതിന് അത്ര ഒരു എന്ത് പറയാൻ, ഒരു ഹെൽത്തി അല്ലാത്തതുപോലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും അവനത് പാക്ക് ചെയ്തെടുത്തു. ബാംഗ്ലൂരിലായിരിക്കും ഇനി അതിന്റെ ബാക്കിയുള്ള വളർച്ച. പിന്നെ ഞാൻ കുറച്ച് അരിയൊക്കെ കൊടുത്തതാണ്, അതെല്ലാം ഹാൻഡ് ബാഗേജിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അരിയൊന്നും വേണ്ട, അവനതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്. ഞാനാണ് നിർബന്ധിച്ച്, ഞാൻ പറഞ്ഞില്ല മോനെ ഇതെല്ലാം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹാൻഡ് ബാഗേജിൽ എടുത്ത് വെക്കുന്നത്. അപ്പൊ അവനെ ഒരുപാട് ഇങ്ങനെ തൂക്കി എടുത്തിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം പാക്ക് ചെയ്ത് ആളിപ്പം താഴേക്ക് ഇറങ്ങി വരെയാണ്. ശരിക്ക് ഞാൻ എപ്പോഴും പറയണത് പോലെ ഇവരൊക്കെ കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ ഇതുപോലെ തിരിച്ചു പോകുമ്പോഴാണ് ഭയങ്കര ഒരു വിഷമം തോന്നുന്നത്. ഇപ്പൊ സുൽത്താന് വാട്ടർമെലൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചത് അവൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ ഇരിക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. കാരണം ആ പോകുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓർത്തതുള്ള അവന്റെ വാട്ടർമെലൺ ഇവിടെ ഇരിക്കാനല്ലോ. അപ്പൊ പോവാനും നേരമായി. അപ്പൊ അവൻ പറയുന്നുണ്ട് ഉമ്മ ഇനിയിപ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞു മോനെ പാക്ക് ചെയ്ത് എടുക്കട്ടെയോ എന്ന് ചോദിച്ചു. പാക്ക് ചെയ്യാനൊന്നും അവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു വേണ്ടമ്മ എനിക്ക് ആവശ്യമുള്ള ഞാൻ ഇപ്പൊ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പം നമ്മുടെ റിച്ചു പോയതുപോലെ തന്നെയാണ് ആ ഒരു സമയത്താണ് അവന്റെ ബസ് ഉള്ളത്. അപ്പം ഇപ്പൊ സത്യം പറഞ്ഞാൽ റിച്ചു പോയാൽ അത് കുറച്ചുകൂടി 5-10 മിനിറ്റ് നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടായിരുന്നു കേട്ടോ. ഇതിപ്പം എല്ലാമൊക്കെ എടുത്തു വന്നപ്പോഴേക്ക് ഒരു ടൈം ആയിപ്പോയായിരുന്നു. സുൽത്താനെ സംബന്ധിച്ച് അവൻ എല്ലാം നേരത്തെ എല്ലാം പാക്ക് ചെയ്തു എടുത്തൊക്കെ വയ്ക്കുന്നതാണ്. അപ്പൊ ഇന്നിപ്പം കുറച്ച് പണികള് ഞാൻ അവനെ ഏൽപ്പിച്ചത് കാരണമാണ് അവന്റെ പാക്കിങ്ങും കാര്യങ്ങളും കുറച്ച് ഡിലേ ആയിപ്പോയത്. അപ്പൊ അങ്ങനെ ഇപ്പം ഇത് ലഗേജും എല്ലാം എടുത്തു വെച്ചു. സാധാരണ സുൽത്താനോ റിസ്വാനൊക്കെ പോകുന്നതിന് മുൻപ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒന്നിൽ അവർക്ക് കഴിപ്പിച്ചു വിടും. അതല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് റാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടാണ് ചെയ്യണത്. അപ്പം ഈ ഇവര് പോകുന്ന ബസ് നാഗർകോവിലാണ് ഫുഡിന് വേണ്ടിയിട്ട് അവര് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമൊക്കെ സുലു ഇതുപോലെ എപ്പോഴെങ്കിലും നാഗർകോവിൽ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ അവൻ പറയും അവൻ അതങ്ങനെ വയറിന് ശരിയാവണില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തുവിടെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ ഇപ്രാവശ്യം അതിനൊന്നും നേരം കിട്ടിയിട്ടുമില്ല. അപ്പൊ അവൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ, ഞാൻ ഇനിയിപ്പോ എന്തായാലും രാത്രി കഴിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്തിട്ട് പോകുമ്പോനെന്ന് പറഞ്ഞിട്ട് അവൻ അതൊന്നും ചെയ്യത്തൂല്ല കേട്ടാ. അങ്ങനെ ഇപ്പം നമ്മുടെ തമ്പാനൂര് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എപ്പോഴും ഞാൻ പറയത്തില്ല, ഇവിടെ നമുക്ക് കാറൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പൊ അത് കാരണം സലു ഉള്ളത് കൊണ്ട് സലു പറഞ്ഞ് സലു അങ്ങോട്ട് മാറി നിൽക്കാം, അപ്പൊ നിങ്ങൾ വിട്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം സലുവിന്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സനമോള് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന സുൽത്താൻ പറഞ്ഞു സനമോളെയും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഫാബിയും സനമോളും ഒക്കെ ആയിട്ട് ഞങ്ങള് വന്നാണ്. അപ്പൊ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തപ്പോഴാണ് ബസ് വരുന്നത്. അങ്ങനെ ഇപ്പൊ ബസ് വന്നു. ബസ് വന്നപ്പോഴേക്കുണ്ട് അവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത്രയും പേര് ഈ ബസ്സിലേക്കുള്ളവരാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് കേട്ടാ. അങ്ങനെ ഇപ്പം സുൽത്താന്റെ ലഗേജ് അവന് പിന്നെ ഈ പറഞ്ഞ മാതിരി ആ ഒരു പെട്ടിയല്ലേ ഉള്ളത്, അത് അത്ര വലിയ പെട്ടിയൊന്നുമല്ല. അങ്ങനെ ഇപ്പം അത് അതിലേക്ക് കൊണ്ടുവന്ന് വെക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ മോനെ ആ ബാഗും കൂടി നീ ഒന്ന് താഴേക്ക് വെക്ക്, അല്ലെങ്കിൽ പിന്നെ പാടാവും എന്ന് പറഞ്ഞു.
അപ്പൊ എന്താ സനമോൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടാ, ഇനിയിപ്പൊ കൊച്ച പോവുകയാണെന്നൊക്കെ മനസ്സിലാവണുണ്ട് ആളിന്. അപ്പം നമ്മൾ വിചാരിക്കും കൊച്ചു കുഞ്ഞല്ലേ, അവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്ന ഒരിതാണ് കേട്ടോ. അപ്പൊ ഇവരൊക്കെ യാത്ര പറയുമ്പോ ഭയങ്കര സങ്കടമാണ്. പിന്നെ അവരുടെ അടുത്ത് മടിയിലോട്ട് പോകാനുള്ള ആ ഒരു ധൃതിയൊക്കെ അവൾ കാണിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുത്. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.